സൗണ്ട് എഫക്ട് എസ് എഫക്ട്സിനൊന്നും ആയിരുന്നില്ല, എസ് എഫക്ട്സിന്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പം ഏകദേശം ഒരു കറക്റ്റ് ഇപ്പം ഒരു മണിയായി. ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ ഒരു 10 മണി വരെ ഒക്കെ കിടന്നുറങ്ങി. 10 മണിക്ക് എഴുന്നേറ്റു. ഇന്നലെ നൈറ്റ് ഒരു മോഹിനിയാട്ടം പടം കാണാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ റീൽസൊക്കെ കണ്ട് ഇങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ 10 മണിക്ക് എഴുന്നേറ്റപ്പോൾ മോഹിനിയാട്ടം കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാപ്പെടുത്തു പടം കണ്ടു തുടങ്ങി. നല്ലൊരു കിടിലൻ പടമാണ്. പ്യുവർലി ഒരു ഡാർക്ക് കോമഡി ഒരു ജോണറിൽ വരുന്നൊരു പടമാണ്. അതിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഒരു കഥയുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. എന്നാലും ആ പടം ഓണായി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കലക്കം പടമാണ്. ഞാൻ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ചിരിച്ച് പടളകി. അങ്ങനത്തെ ഒരു പടമായിരുന്നു. അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായി തോന്നിയത് അതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള എന്തോ ഒരു ഇലക്ട്രോണിക്കലി എന്ന് പറഞ്ഞൊരു ഒരാളാണ്. അത് അത്യാവശ്യം നല്ലൊരു കലക്കം ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ എൻ്റെ വെബ്സൈറ്റിൽ കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇതാണ് വെബ്സൈറ്റ്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസ് എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. ഇത് യൂസ് ചെയ്യണ്ടായിരുന്നില്ല കുറേ കാലമായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് കോണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യാം, ഒന്ന് അപ് ടു ഡേറ്റ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കോണ്ടന്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് കറക്റ്റ് ഒരു മണിയായി. ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. അപ്പോൾ ഫുൾ വാച്ച് ചെയ്തോ. ഇന്ന് ഞങ്ങളുടെ സൺഡേ എങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യാൻ വെച്ചിട്ടാണ്. ഇന്ന് ഇജൊന്നില്ല ഇവിടെ. ഇജ് അബുദാബി പോയി. അവൻ്റെ ബ്രദർ അവിടെ ഉണ്ട്. അങ്ങനെ കടെടുത്തേക്ക് അങ്ങനെ പോയിക്കാണ്. അപ്പോൾ ഇന്ന് ഞാനും ഫർസ് മാത്രമല്ല ഇവിടെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ എങ്ങനെയാണെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഫുൾ വാച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. എവിടെ പോണ്ട? നല്ല ഊണ് കിട്ടുന്ന സ്ഥലത്ത് പോവാ. ബിരിയാണി വേണ്ട? ഇപ്പൊ ബിരിയാണി എല്ലാ ദിവസം കഴിക്കുമ്പോൾ വ്ളോഗിൽ തോണാ. ഇന്ന് നല്ലൊരു കലക്കൻ ഊണ്. വാ. ഇതാണ് ഗൈസ് നമ്മുടെ കറാമ. എങ്ങടെ പോണ്? റെഡ് പെപ്പർ. നമ്മളെ കട റെഡ് പെപ്പർ. എന്ത് കഴിക്കണമെന്നറിയാണ്ട് അടക്കുന്ന പർസു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. എന്താ പറയാനുള്ള ഫുഡിനെ പറ്റി? അടിപൊളി. ഞങ്ങൾ ആദ്യമായിട്ട് റെഡ് പെപ്പറിൽ പോണേ. അടിപൊളി. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. മറ്റേ ഫുഡ് വിത്ത് മച്ചിലിയുടെ ഒക്കെ പോലെ ജാക്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അറിഞ്ഞില്ല. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് 2 ഗഡികൾ വന്നിരുന്നു. പിന്നെ എടുക്കാനൊരു മടി. ഫുഡിൽ എന്തൊക്കെ ഉണ്ട്? ബീഫ് ഉണ്ട് ഫുഡിന്റെ ഒപ്പം. 10 റംസേ ബീഫ്, പിന്നെ മീൻകറി വിത്ത് മീന്, പപ്പടം, സാമ്പാറ്, അച്ചാറ്, ക്യാരറ്റ് പായസം തോന്നുന്നുണ്ട്. കിടിലം പായസം. പായസം മസ്റ്റ്. അച്ചാറ്, നെല്ലിക്ക അച്ചാറ്. ഞാൻ പക്ഷെ നാരങ്ങാന്ന് വിചാരിച്ചു ഇട്ടപ്പോ നാരങ്ങ വെച്ച് കഴിച്ച് നെല്ലിക്ക ഇഷ്ടായില്ല. സർപ്രൈസ് ആയി പോയി ഞാൻ. മീൽസ് ഫുൾഫിൽ ആവുള്ളൂ. താനെ പിടിക്കാം. വലുത് വേണോ ചെറുത് വേണോ? വലുത് ഇവിടെയാ. മതിയില്ലേ? സെവനപ്പ് മേടിക്കാൻ പോയപ്പോ എന്താ കയ്യിൽ വേറെ സാധനം കണ്ടപ്പോ ഒരു പൂതി. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനത്. ഇതിന്റെ വലുത് ഞാൻ കണ്ടില്ലല്ലോ. എന്നിട്ടത് നീ ഇന്റെ ഫീഡില് വേറെ വല്ലതും ഉണ്ടാവുള്ളൂ. ആവശ്യമുള്ള വല്ലതും ഉണ്ടാവോ? അപ്പൊ ഇതൊന്ന് കഴിക്കാനൊരു പൂണ്ടി. അൺബോക്സിംഗ് വീഡിയോ എടുത്താലോ? അൺബോക്സിംഗാ? ഇതാ അൺബോക്സിംഗ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. ഞാൻ അപ്പൊ കഴിക്കുന്നു. ഇതാണ് കഴിച്ച് ഞങ്ങളുടെ ഫ്ലാറ്റ്. സൗണ്ട് എഫക്ട് നമ്മള് ഫുഡൊക്കെ വെച്ച് വന്ന് കിടന്നു. ഞാൻ നേരത്തെ എടുത്ത ക്ലിപ്സ് ഒക്കെ എഡിറ്റ് ചെയ്യായിരുന്നു.
ഫർസു മോഹിനിയാട്ടം കാണുന്നു. ഞാനോട് പടം പിന്നെ നമ്മള് കിടന്നുറങ്ങി. ഇപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോണ്. എന്തിട്ടുണ്ടാക്കണ ഫുഡ്? രണ്ട് മൈൻഡ് ആയിട്ട് പോണം. ഒന്നില്ലെങ്കിൽ മാഗി അല്ലെങ്കിൽ ഫുഡ് അടി, ഏതെങ്കിലും ഒന്ന്. പേഷ്യൻസ് അടച്ചു എന്നാ തോന്നണ്. പോയി നോക്കട്ടെ. മാഗി പ്ലാൻ ആക്കി. ടിക്കിള് പാർക്ക് ചെയ്തിട്ടുണ്ടോ നീ അവിടെ? ബുൾഡാക്ക് വേണോ? ബിരിയാണി തോർമക എവിടേക്കാ പോണ്? അറിയില്ല മണി. ഇത് വ്ളോഗിലേക്കുള്ളതാ. ഇതാണ് നമ്മുടെ മിഥിലാജ്, ഡയറക്ടർ മിഥിലാജ്. ഞാൻ ഇത് വ്ളോഗിലിടും. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങള് മാഗി കഴിച്ച് കിടന്നുറങ്ങട്ടെ. ബൈ ബൈ.